ഈ കേരളപ്പിറവി ദിനത്തിൽ കേരള സംസ്ഥാനം പുതിയൊരു ആഹ്ലാദത്തിലേക്കും അഭിമാനത്തിലേക്കും മിഴി തുറക്കുകയാണ്. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം കേരളം പ്രഖ്യാപിക്കപ്പെടുന്നു. അതൊരു ചെറിയ കാര്യമല്ല. ദാരിദ്ര്യമില്ലാത്ത ഒരു നാട് എന്നത് ഏത് നാടിൻ്റെയും സ്വപ്നമാണ്. ഉത്തരേന്ത്യയിലൊക്കെ ഇപ്പോഴും പട്ടിണി മരണങ്ങൾ സാർവത്രികമാകുന്ന കാലത്താണ് ഇന്ത്യയിലെ ഈ ചെറിയ സംസ്ഥാനം ലോകത്തിന് മുഴുവൻ മാതൃകയാവുന്നത്. ഇപ്പോൾ മാത്രമല്ല, കേരളം പല ഘട്ടങ്ങളിൽ ലോകത്തിന് മാതൃകയായിരുന്നു. സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതായിട്ട് പ്രഖ്യാപിച്ചു. ആരോഗ്യ മേഖലയിൽ നമ്മൾ ലോകത്ത് തന്നെ മാതൃകയായി. വിദ്യാഭ്യാസ നയത്തിൽ നമ്മളൊരു ലോക മാതൃക സൃഷ്ടിച്ചു. പൊതുവിതരണ സമ്പ്രദായത്തിലും നമ്മൾ ഒരു വലിയ മാതൃകയുണ്ടാക്കി. റോം ഒരൊറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതല്ല എന്നൊരു ചൊല്ല് പറയാറുണ്ട്. അതുപോലെ ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് നേടിയതല്ല. 1957 ബാലറ്റ് പെട്ടിയിലൂടെ അധികാരത്തിൽ വന്ന ലോകത്തിലെ തന്നെ അത്ഭുതകരമായ ഒരു ജനകീയ ഗവൺമെൻറ് തുടർച്ചയായി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ഇപ്പോൾ 2 വട്ടം തുടർച്ചയായി ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിലെത്തിയപ്പോൾ പല മേഖലകളിൽ നമുക്ക് ലോക മാതൃകകൾ സൃഷ്ടിക്കാൻ സാധിച്ചു. അതിലൊന്നാണ് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമെന്ന പദവി. ഇത് ഇന്നത്തെ തലമുറയ്ക്ക് ഒരു പക്ഷേ മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. ഞാനൊക്കെ ദാരിദ്ര്യം അനുഭവിച്ച് വളർന്ന ഒരു തലമുറയിൽപ്പെട്ട ആളാണ്. എനിക്ക് കേരള സംസ്ഥാനത്തേക്കാൾ 4 വയസ്സ് മാത്രമേ പ്രായം കുറവുള്ളൂ. 1956 കേരളം ഉണ്ടായത്. 60 ഞാൻ ജനിച്ചത്. ആ കാലത്ത് പോലും ചൈന വാറിൻ്റെയൊക്കെ ഘട്ടത്തിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടിയ എത്രയോ കുടുംബങ്ങളുണ്ടായിരുന്നു. ഒരു നേരത്തെ ആഹാരത്തിന് പൊരിഞ്ഞിരുന്ന മനുഷ്യരുണ്ടായിരുന്നു. ആശുപത്രി സംവിധാനങ്ങൾ കുറവായിരുന്നു. ഇടതുപക്ഷ ഗവൺമെൻറ്റുകളാണ് മാതൃകകൾ ഉണ്ടാക്കി തന്നത്. കുഞ്ചൻ നമ്പ്യാർ ഒരിക്കൽ എഴുതിയിട്ടുണ്ട്, ദാരിദ്ര്യമെന്നുള്ളത് അറിഞ്ഞവർക്കേ പാരിൽ പരക്ലേശ വിവേകമുള്ളൂ. പട്ടിണി അറിഞ്ഞവർക്ക്, വിശപ്പറിഞ്ഞവർക്ക് മാത്രമേ അതിദാരിദ്ര്യമില്ലാത്തൊരു നാട് സൃഷ്ടിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത മനസ്സിലാവുകയുള്ളൂ. നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ മന്ത്രിമാരൊക്കെ തന്നെയും കഷ്ടപ്പാടറിഞ്ഞ് വളർന്നു വന്ന ആളുകളാണ്. അതുകൊണ്ട് മനുഷ്യരുടെ വിശപ്പ് എന്താണെന്ന് അവർക്കറിയാം. തീർച്ചയായും നമ്മൾ നേടിയിരിക്കുന്നത് അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ്. ആരുടെ മുമ്പിലും തല ഉയർത്തി നമുക്ക് പറയാം, നമുക്ക് അതിദാരിദ്ര്യമില്ല. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ തീർച്ചയായും. പിന്നെ ഇപ്പോൾ കാറ് വാങ്ങാനുള്ള ദാരിദ്ര്യം, അങ്ങനെ ചില ദാരിദ്ര്യങ്ങളൊക്കെ ഉണ്ടാവാം. ആ ദാരിദ്ര്യമല്ല. ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്നില്ല, അസുഖം വന്നാൽ ചികിത്സ കിട്ടാതിരിക്കുന്നില്ല, നല്ല വിദ്യാഭ്യാസത്തിൻ്റെ സൗകര്യമുണ്ട്, പൊതുവിതരണ സമ്പ്രദായങ്ങൾ വളരെ ശക്തിമത്തായിട്ട് തുടരുന്നുണ്ട് എന്ന് മാത്രമല്ല, കോവിഡ് കാലം നമുക്ക് ഓർമ്മയുണ്ട്. ഭക്ഷണം കിട്ടാതെ, തൊഴിലില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടന്ന മനുഷ്യർ പലരും ഉത്തരേന്ത്യയിൽ തീവണ്ടിക്കടിപ്പെട്ട് മരിച്ചപ്പോൾ കേരളത്തിൽ ചികിത്സ കിട്ടാതെ ഒരാൾ പോലും മരിച്ചില്ല. ഒരു വീടും പട്ടിണി കിടന്നില്ല. സമൂഹ അടുക്കളയിൽ നിന്ന് എല്ലാ വീട്ടിലും ഭക്ഷണം എത്തിക്കാൻ എണ്ണമറ്റ തൊഴിലാളികൾ ഒരുമയായിട്ട് പണിയെടുത്തു. അതിനെ നിയന്ത്രിക്കാനും കൂട്ടിച്ചേർക്കാനും അതിനെയൊക്കെ ഏകീകരിക്കാനും ഒരു നിശ്ചയദാർഢ്യമുള്ള ഗവൺമെൻറ് നമുക്കുണ്ടായി. അത് ചെറിയൊരു അഭിമാനമല്ല. കോടിക്കണക്കിന് രൂപ ബാങ്കിൽ നിക്ഷേപിച്ച ശതകോടീശ്വരന്മാർ ആ 28 ദിവസത്തെ ക്വാറന്റൈൻ കാലത്ത് ഭക്ഷണം കിട്ടാതെ, തുള്ളി വെള്ളം കിട്ടാതെ ഉറ്റവരും ഉടയവരും എല്ലാം ഉപേക്ഷിച്ചു പോയി. വലിയ കൊട്ടാര സദൃശമായ വീട്ടിൽ മരണത്തെ മുഖാമുഖം കണ്ട് പേടിച്ചരണ്ട് ജീവിച്ചപ്പോൾ, കോടിക്കണക്കിന് രൂപ ബാങ്കിലുണ്ടെങ്കിലും പ്രയോജനപ്പെടാതെ വന്നപ്പോൾ അയാൾക്ക് യാതൊരു പരിചയവുമില്ലാത്ത ഏതോ തൊഴിലാളിയാണ് അയാൾക്ക് സമൂഹ അടുക്കളയിൽ നിന്ന് ഭക്ഷണം എത്തിച്ചു കൊടുത്തത്. അയാൾക്ക് വേണ്ട മരുന്ന് മതിലിന് മുകളിൽ എത്തിച്ചു കൊടുത്തത്. ഇതൊരു കേരള മാതൃകയാണ്. മാനവികതയ്ക്കും മതേതര സഹജീവിതത്തിനും എല്ലാവരും ഒരുമിച്ച് പങ്കുചേർന്നുകൊണ്ട് ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും അറുതി വരുത്താനുള്ള സംഘടിത പ്രവർത്തനത്തിനും ലോകത്തിന് മാതൃകയാണ് കേരളം. അതോടൊപ്പം തന്നെ 2 ടേമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് ഈ നവംബർ 1 പ്രഖ്യാപനത്തോടു കൂടി ലോകത്തിന് നൽകിയിരിക്കുന്ന മഹിതമായ മാനവിക മാതൃക തീർച്ചയായും സമാനതകളില്ലാത്തതാണ്.
അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുന്ന ഈ പുതു കേരള പിറവി ദിനത്തിൽ നമ്മുടെ പ്രതിജ്ഞാബദ്ധമായ ഗവൺമെൻറ്റിന്, അതിലെ മന്ത്രിസഭാംഗങ്ങൾക്ക്, ആദരണീയനായ മുഖ്യമന്ത്രിക്ക്, ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയപൂർണമായ സ്നേഹാശംസകൾ അറിയിക്കുന്നു. ഈ മാതൃക തുടരണം. ലോകത്തിന് മുഴുവൻ കേരളം ഒരു മഹാമാനവിക മാതൃകയായി തീരണം എന്നുകൂടി ഞാൻ ആശംസിക്കുന്നു.